ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്, ആൻസൈറ്റി. ചില സമയങ്ങളിൽ ഒരു കാരണമില്ലാത്ത പേടി, ടെൻഷൻ, നെഞ്ചിടിപ്പ് കൂടുക, ഓവർ തിങ്കിങ്, മനസ്സിനൊരു ഭാരം പോലെ തോന്നാറുണ്ടോ? ചിലപ്പോൾ അത് ആൻസൈറ്റിയുടെ ലക്ഷണങ്ങളാവാം. പേടിക്കേണ്ട, ഇത് വളരെ കോമൺ ആണ്. ആൻസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു അലാറാം സിസ്റ്റമാണ്. നമുക്ക് അപകടമുണ്ടാകാൻ പോകുന്നു എന്ന് ബ്രെയിനിന് തോന്നിയാൽ നമ്മുടെ ബോഡി ഫൈറ്റ് മോഡിലേക്ക് മാറും. ബോഡി അലേർട്ടാവും, ബ്രീത്തിങ് ചേഞ്ച് ആവും, ഹാർട്ട് റേറ്റ് കൂടും. ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു വണ്ടി ഇടിക്കാൻ വരുമ്പോൾ ഒരു ജംപ് ഫീൽ തോന്നാറില്ലേ? അത് ആൻസൈറ്റിയാണ്. ഒരു പരിധിവരെ ആൻസൈറ്റി നല്ലതാണ്, അത് നമ്മളെ കുറച്ചും കൂടെ കെയർഫുൾ ആക്കും. പക്ഷേ ഇത് ഫ്രീക്വൻ്റായി സ്ട്രോങ് ആയി വന്നാൽ അത് നമ്മളിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അടുത്തതായി നമുക്ക് ആൻസൈറ്റിയുടെ സിംറ്റംസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആൻസൈറ്റി പല രീതിയിൽ ഫീൽ ചെയ്യുന്നു. ഫിസിക്കൽ സിംറ്റംസ്: നെഞ്ചിടിപ്പ് കൂടുന്നത്, വിയർക്കുന്നത്, വിറയ്ക്കുന്നത്, സ്റ്റൊമക്ക് അപ്സെറ്റ് ആവുന്നത് തുടങ്ങിയവയാണ് ഫിസിക്കൽ സിംറ്റംസ്. തുടർച്ചയായ പേടി, എന്തോ ശരിയല്ല എന്ന തോന്നൽ, റെസ്റ്റ്ലെസ്നെസ്, ഇറിറ്റേഷൻ തുടങ്ങിയവയാണ് ഇമോഷണൽ സിംറ്റംസ്. ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല, വളരെ മോശമായ അവസ്ഥ ഉണ്ടാകുമോ എന്ന പേടി, ശ്രദ്ധക്കുറവ്. ചിലർക്ക് ഇത് ഡെയിലി അനുഭവപ്പെടാം, ചിലർക്ക് ചില സിറ്റുവേഷനുകളിൽ മാത്രം. ആൻസൈറ്റിക്ക് പല കാരണങ്ങളുണ്ടാകാം. ഫാമിലി ഇഷ്യൂസ്, പാസ്റ്റ് ട്രോമ, വർക്ക് പ്രഷർ, ഹെൽത്ത് ഇഷ്യൂസ്, ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് ആൻസൈറ്റി ഉണ്ടാവാം. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുമ്പോൾ ബ്രെയിൻ അതിനെ ഡേഞ്ചറായിട്ട് എടുക്കുന്നു. ചിലപ്പോൾ ക്ലിയറായ റീസൺ ഇല്ലാതെയും ആൻസൈറ്റി ഉണ്ടാകാം. അതിനർത്ഥം നിങ്ങൾ വീക്കാണ് എന്നല്ല. ആൻസൈറ്റി കൺട്രോൾ ചെയ്യുന്നതിന് ചില ടിപ്സ് പറഞ്ഞു തരാം. ഡീപ്പ് ബ്രീത്തിങ്: സ്ലോ ആയി ഒരു 4 സെക്കൻഡ് ഇൻഹീൽ ചെയ്യുക, സ്ലോ ആയി 4-5 സെക്കൻഡ് എക്സ്ഹീൽ ചെയ്യുക. ഇത് 2-3 മിനിറ്റ് ചെയ്യുന്നത് ആൻസൈറ്റി കുറയ്ക്കാൻ സഹായിക്കും. ഗ്രൗണ്ടിങ് ടെക്നിക്: 5 തിങ്സ് യു ക്യാൻ സേ, 4 തിങ്സ് യു ക്യാൻ ഫീൽ, 3 തിങ്സ് യു ക്യാൻ ഹിയർ. ഇത് നിങ്ങളെ മൈൻഡിനെ പ്രസന്റിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു. തോട്ട് അവയർനെസ്: നിങ്ങൾക്ക് ഓവർ തിങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുക: ഇതൊരു ചിന്ത മാത്രമാണ്, റിയാലിറ്റി അല്ല. ടോക്ക് ടു സമ്മൺ: ഷെയർ ചെയ്യുമ്പോൾ റിലീഫ് കിട്ടും. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ പ്രൊഫഷണലിനോടോ ഷെയർ ചെയ്യുക, അത് നിങ്ങൾക്ക് റിലീഫ് കിട്ടും. ബോഡി കെയർ: നല്ല ഉറക്കം, സമയത്ത് ആഹാരം കഴിക്കുന്നത്, എക്സസൈസ് ചെയ്യുന്നത്, ഇത് നിങ്ങളുടെ ആൻസൈറ്റി കുറയ്ക്കാൻ സഹായിക്കും. ഇവയെല്ലാം ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ പവർഫുള്ളായ എഫക്ട്സ് ഉണ്ട്. ഓർക്കുക, ആൻസൈറ്റി ഒരു വീക്ക്നെസ് അല്ല, ഇത് നമ്മുടെ ബോഡിയുടെ ഒരു നാച്ചുറൽ റെസ്പോൺസ് ആണ്. ആൻസൈറ്റി നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമാകുന്നുണ്ടോ എങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും.